ആ ചങ്ങവരെ പുതിയ വീട്ടിലേക്ക് അവർക്ക് സ്വാഗതം. എല്ലാവരും സുഖമായിട്ടിരിക്കല്ലേ? കുറച്ച് ദിവസമായില്ലേ എൻ്റെ ഞങ്ങളുടെ മുഖമൊക്കെ ഫ്രണ്ടിലോട്ട് വന്നിട്ട് പനിയൊക്കെ ആയതുകൊണ്ട് ഞങ്ങൾക്ക് വോയിസിനൊക്കെ ഭയങ്കര ഇതൊക്കെ ആയിരുന്നു. പനി അടിച്ച് വീട്ടിലെല്ലാവരും ഇച്ചിരി കിടപ്പൊക്കെ ആയിരുന്നു. പനി അടിച്ച് ഒന്നും പറയണ്ട, 2 ആഴ്ചയോളം പനിയുടെ ഒരു അവസ്ഥയിൽ നിന്ന് വിട്ടു മാറിയിട്ടില്ല. ഇപ്പൊ ഏകദേശം ഒന്ന് കര കയറിയിട്ടുണ്ട്. ഞാൻ ഇപ്പൊ വന്നിരിക്കുന്നത് പറഞ്ഞാൽ നിങ്ങൾക്കും എല്ലാവർക്കും ഒരു നല്ലൊരു വീഡിയോ ആയിട്ടാണ്. കാര്യം പറഞ്ഞാൽ എല്ലാവർക്കും ഉപകാരപ്പെടും. അതായത് ഈ നമ്മുടെ പനി വന്ന് മാറുന്ന ആ സമയത്ത് കുഞ്ഞുങ്ങൾക്കായാലും വലിയവർക്കായാലും എല്ലാവർക്കും നമ്മുടെ കഫക്കെട്ടുണ്ടാവാൻ ഭയങ്കര ചാൻസ് കൂടുതലാണ്. ഏറ്റവും കൂടുതൽ കുഞ്ഞുങ്ങൾക്കാണ്. കുഞ്ഞുങ്ങൾക്കും വലിയവർക്കും ഒരേ രീതിയിൽ വരും. പക്ഷെ ഈ പ്രാവശ്യം എന്ന് പറഞ്ഞാൽ എനിക്ക് ഭയങ്കര പെട്ടുപോയിട്ടോ. ഞാനാണ് തെളിവുണ്ടായോണ്ടാണ് ഞാൻ ഇത് നിങ്ങളുടെ മുമ്പിലോട്ട് എല്ലാവർക്കും അറിയുന്നതായിരിക്കാം. പക്ഷെ ഞാൻ അറിഞ്ഞത് ഇപ്പൊ ഈ ഇടയ്ക്ക് വെച്ച് അറിഞ്ഞതേ ഉള്ളൂ. എനിക്ക് ഇവിടെ അടുത്തൊരു ഹോസ്പിറ്റലിൽ ചെന്നപ്പോഴത്തേക്ക് പുള്ളിക്കാരൻ പറഞ്ഞു തന്നൊരു പൊടിക്കൈയാണ്. അത് ഞാൻ നിങ്ങളുമായിട്ട് ചെയ്യുന്നത്. വേറൊന്നുമില്ല, നമ്മുടെ കാന്താരി വെച്ചിട്ടുള്ള ഒരു ചമ്മന്തി. സിമ്പിൾ റെസിപ്പി. കാന്താരി ഇച്ചിരി കൂടുതലങ്ങ് ഇട്ടോണം, അത്രേ ഉള്ളൂ. ഇട്ടൊരു 10 ഒരു 7-8 പ്രാവശ്യമെങ്കിലും നമ്മളിത് ചമ്മന്തി അരച്ച് കഴിച്ചിരിക്കും. അപ്പോഴത്തേക്കും നമ്മുടെ മണ്ടയിൽ അവിടെ ഇരിക്കുന്ന കഫം എല്ലാം പാടെ ഇളകി വരും എന്നാ പറഞ്ഞത്. ഞാനത് ചെയ്തു. പക്ഷെ ഇപ്പൊ എനിക്ക് നല്ല കുറവുണ്ട്. എന്റെ ചെവിയെല്ലാം അടഞ്ഞിരുന്നതായിരുന്നു. ഇപ്പൊ ഏകദേശം ഒരു ക്ലിയർ ആയി കിട്ടിയിട്ടുണ്ട്. അപ്പൊ നമുക്ക് റെസിപ്പിയിലോട്ട് അങ്ങ് പോവാം. അതിനായി ഞാൻ ഇവിടെ ഒരു ജാർ എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് അതിനകത്തോട്ട് തേങ്ങ ഇട്ട് കൊടുക്കാം. ഞാൻ ഒരാൾക്ക് വേണ്ടിയുള്ള മാത്രമേ അരച്ചെടുക്കുന്നുള്ളൂ. ഇനി ഇതിനകത്ത് ഇട്ട് കൊടുക്കുന്നത് ചെറിയ സവാള ചെറുതായിട്ട് ഒരു ശകലം അരിഞ്ഞെടുത്തതാണ്. അതുകൊണ്ട് നമുക്ക് ഇട്ട് കൊടുക്കാം. ഇനി നമ്മൾ അടുത്തിടുന്നത് മുളക് പൊടിയാണ്. ഒരു തുള്ളു മുളക് പൊടി മതി. തുള്ളു മുളക് പൊടി കൂടി ഇട്ട് ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കുക. ഇനി നമ്മൾ ഇടാൻ പോകുന്നത് ഒരു ചെറിയ കഷ്ണം ഇഞ്ചിയാണ്, 2ആയിട്ട് മുറിച്ച് അതും കൂടെ ഇട്ട് കൊടുക്കുക. ഇനിയാണ് നമ്മുടെ മെയിൻ ഇൻഗ്രീഡിയൻസ് ഇടാൻ പോകുന്നത് കാന്താരി മുളക്. ഞാനൊരു 10-15 എടുക്കുന്നുണ്ട്. ഇപ്പം എടുത്ത് ബാക്കി ഇട്ടോ. നമ്മളൊരു 10-15 കാന്താരി മുളക് ഇട്ടിട്ടുണ്ട്. ഇതിനകത്ത് നമ്മൾ ഒഴിച്ചു കൊടുക്കാൻ പോകുന്നത് തേങ്ങയുടെ വെള്ളമാണ്. കുറച്ച് ഒഴിച്ചാൽ മതി, ഒന്ന് അരിഞ്ഞിട്ടാൽ വേണ്ടി. തേങ്ങ വെള്ളമാണ് ഞാൻ എടുത്തിരിക്കുന്നത്. അപ്പൊ നമുക്ക് ഇതൊന്ന് അരച്ചെടുത്തിട്ട് വരാം. അപ്പൊ നമ്മൾ അരച്ചെടുത്തിട്ടുണ്ട്. ഞാൻ ഇച്ചിരി ലൂസായിട്ടാണ് അരച്ചെടുത്തിരിക്കുന്നത്. ലൂസ് എന്ന് പറഞ്ഞാൽ അത്ര ലൂസ് അല്ല. ഇത് നമുക്ക് ചോറിൻ്റെ കൂടെ കാപ്പിയോടെ കഴിക്കാം. ഇതിന്റെ ഒരു ഡോക്ടറെ കണ്ടപ്പോഴത്തേക്ക് ഡോക്ടർ പറഞ്ഞു തന്ന ഒരു പൊടിക്കൈയാണിത്. കാന്താരി മുളകിട്ട് ചമ്മന്തി അരച്ച് ഒരു 3-4-5 പ്രാവശ്യം അങ്ങ് കഴിക്കുക. കഴിച്ചു കഴിഞ്ഞാൽ നല്ല പാടെ ഇറങ്ങി വരുമെന്ന് പറഞ്ഞു. പക്ഷെ ഞാനത് ചെയ്ത് എനിക്ക് റിസൾട്ട് കിട്ടി. അത് നിങ്ങളുമായിട്ടൊന്ന് ഷെയർ ചെയ്യണമെന്ന് എനിക്ക് തോന്നിയോണ്ടാണ് ഞാൻ ചെയ്തത്. ഞങ്ങളുടെ ഒരു കൊച്ചു വീഡിയോ ആണ്. ഇപ്പൊ വീഡിയോ ഇഷ്ടപ്പെടുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. നിങ്ങൾ എല്ലാവരുടെയും സപ്പോർട്ട് ലൈക്ക് ആയിട്ട് അറിയിക്കുക. പിന്നെ അടുത്തിരിക്കുന്ന ബെൽ ബട്ടൺ ഞെക്കാൻ ഒരിക്കലും മറക്കരുത്. ബെൽ ബട്ടൺ ഞെക്കി ഓൾ ഓപ്ഷൻ എനേബിൾ ചെയ്ത് വെക്കുക. നിങ്ങൾക്ക് ഈ വീഡിയോയെ കുറിച്ചുള്ള എന്തഭിപ്രായവും കമന്റിലൂടെ അറിയിക്കാവുന്നതാണ്. അപ്പൊ നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലി മെമ്പേഴ്സിനും വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. ഇതുപോലുള്ള പുതിയ വീഡിയോസ് ആയി ഞങ്ങൾ വീണ്ടും വരുന്നതായിരിക്കും. അതുവരെ എല്ലാവർക്കും അസ്സലാമു അലൈക്കും.